ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു. ഇനി എനിക്കൊന്നും പറയാനില്ല. ഇനി മുതൽ ഞാൻ അവനോട് മിണ്ടില്ല. ഈ സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് നോക്കാം. ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കാര്യം നേരത്തെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഹാഡ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഐ ഹാഡ് എന്ന് വേണം സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ ഹാഡ് വെച്ച് വേണം നമ്മൾ സെന്റൻസ് തുടങ്ങാൻ. സോ ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ അല്ലെങ്കിൽ നേരത്തെ തന്നെ എന്നുള്ളതിന് പകരമാണ് ഓൾറെഡി എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഐ ഹാഡ് ഓൾറെഡി എന്ത് ചെയ്തിരുന്നു? ഞാനത് പറഞ്ഞിരുന്നു. ഐ ഹാഡ് ഓൾറെഡി സെഡ് ദാറ്റ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ടോൾഡ് ദാറ്റ് എന്നും പറയാം. സേ എന്നും പറയാം, ടോൾഡ് എന്നും പറയാം, ടെൽ എന്നും നമുക്ക് യൂസ് ചെയ്യാം. ഹാഡ് ആയതുകൊണ്ട് നമ്മൾ സെഡ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ടോൾഡും യൂസ് ചെയ്യാം. ഐ ഹാഡ് ഓൾറെഡി ടോൾഡ് ദാറ്റ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഇനി എനിക്കൊന്നും പറയാനില്ല. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് പറയാനായിട്ട് ഐ ഹാവ് നത്തിങ് മോർ ടു സേ. അതായത് എനിക്കൊന്നും പറയാനില്ല എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് നത്തിങ് ടു സേ എന്ന് പറയാം. ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് ഐ ഹാവ് നത്തിങ് മോർ ടു സേ എന്ന് ഞാൻ പറഞ്ഞത്. ഐ ഹാവ് നത്തിങ് ടു സേ എന്ന് നിങ്ങൾ പറഞ്ഞാലും അതും കറക്റ്റ് തന്നെയാണ്. ഇനി മുതൽ ഞാൻ അവനോട് മിണ്ടില്ല. ഈ സെന്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ കോമെന്റ് ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.